ഹായ് ഹലോ ജയ് ഹിന്ദ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നല്ല നമസ്കാരം ജയ് ഹിന്ദ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒത്തിരി നാളത്തെ ഒരു വലിയൊരു ഡ്രീം ആണെന്ന് തന്നെ പറയാം. ഈ ഒരു വീഡിയോ ഒരുപാട് കാരണത്താൽ മുടങ്ങിപ്പോയ ഒരു എന്താ പറയുക ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതുപോലെ CDS അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ എൻ്റെ എക്സാമിനേഷന് പറ്റിയ മലയാളത്തിൽ നല്ല ചാനലൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ ഒരുപാട് പേര് ഇങ്ങനെ സംശയമായിട്ടും അല്ലാതെ കമന്റ് ആയിട്ടും എല്ലാ രീതിയിലും പറയുന്നുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ തുടങ്ങണം വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. പക്ഷേ നിലവിലാണ് ആ ഒരു സാഹചര്യം ഇപ്പോഴാണ് ഒത്തുവന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, യൂട്യൂബിലെ എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. സോ ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കളയുക. ഓക്കെ, ഇനി വരും വീഡിയോ വളരെ നന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ഞാൻ എന്നാൽ കഴിയാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏപ്രിൽ 12 അതായത് ഏപ്രിൽ 12, 2026 നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ഫസ്റ്റ് എക്സാം ആണ് 12th ഏപ്രിൽ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളും സാർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പരിഹാരം, ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 12th ബോർഡ് എക്സാം ആണ് നടക്കുന്നത്. സോ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ഓക്കെ എന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡൗട്ടായിട്ടും കാര്യങ്ങളും എല്ലാം വിഷമങ്ങളായിട്ടും എല്ലാം പറയുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഫുൾ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. കാര്യം ഇനി നമുക്ക് ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് 45 ഡേയ്സ് മാത്രം അല്ലെങ്കിൽ 45 അപ്രോക്സ് 45 നമുക്ക് ഈ 45 ഡേയ്സ് നമുക്ക് ഫുൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്രോക്സ് നമ്മുടെ 45 ഡേയ്സ് മാത്രമേ നമ്മുടെ ഉള്ളൂ. സോ ഇതെങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയാം. NDA എക്സാമിനേഷൻ. ഓക്കെ, NDA എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2 ഇയർലി ട്വൈസ് നടക്കും. ഒന്ന് ഏപ്രിലായിരിക്കും, ഒന്ന് സെപ്റ്റംബറിലായിരിക്കും. ഓക്കെ, ഈ 2 എക്സാം ആയിരിക്കും ഒരു വർഷത്തിൽ നടക്കുന്നത്. സോ ഈ NDA എക്സാം ബേസിക്കലി 2 പേപ്പറാണ്, 2 പേപ്പേഴ്സ്. ഓക്കെ, 2 പേപ്പേഴ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ മാത്സ് ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം മാത്തമാറ്റിക്സ് പേപ്പറാണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GAT. ഓക്കെ, GAT പേപ്പറാണ് സെക്കൻഡ് പേപ്പർ. ക്ലിയർ ആയോ? ഇനി മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടോട്ടൽ 300 മാർക്സിനായിരിക്കും മാത്സ്. ഓക്കെ, 300 മാർക്സ്. GAT എന്ന് പറയുമ്പോൾ 600 മാർക്സ് ആയിരിക്കും. സോ നമ്മുടെ ടോട്ടൽ NDA എക്സാമിനേഷൻ എന്ന് പറയുന്നത് 900 മാർക്സ് ആണ്. മാർക്കല്ലേ 900 മാർക്സിന്റെ എക്സാം ആണ് ഈ ഒരു NDA എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ അത്രയ്ക്ക് കെയർഫുൾ ആയിട്ടും അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് വേയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ. സാധാരണ ബോർഡ് എക്സാം എഴുതുന്ന പോലെ അല്ല. ഓക്കെ, ഫസ്റ്റ് ഇത് മൈൻഡിൽ വെക്കുക. സോ എങ്ങനെ ഏത് രീതിയിൽ പഠിക്കാം? സോ ടോട്ടൽ 300 മാർക്കാണ് നമ്മൾ പറഞ്ഞത്. ഈ 300 മാർക്കിന് നമ്മുടെ ഉള്ളത് 120 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 120 ക്വസ്റ്റ്യൻസ് ആണ് ഈ 300 മാർക്സ്. ഈ 120 ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഒരു ആൻസർ അല്ലെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ആൻസറിന് കിട്ടുന്നത് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത് ഏകദേശം 2.5 മാർക്സ് ആണ്. ഓക്കെ, 2.5 മാർക്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ്, നമ്മൾ ഒരു റോങ് ആൻസർ, നമ്മുടെ ഒരു ആൻസർ റോങ് ആയി പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ നമുക്ക് -0.83 മാർക്സ് നമുക്ക് നഷ്ടമാവും. സോ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം അറിയാവുന്ന ആൻസേഴ്സ് മാത്രം എഴുതാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത കറക്കി കുത്തലോ അല്ലെങ്കിൽ ഗസ്റ്റ് ചെയ്തുള്ള ആൻസേഴ്സ് ഒന്നും എഴുതരുത് മാക്സിമം. അത് ഓൾറെഡി എക്സാം. ഓക്കെ, അടുത്ത GAT ആണ് 600 മാർക്സ് എക്സാം. ഓക്കെ, ആലോചിക്കണം, 600 മാർക്സിനാണ് GAT നമുക്ക് വരുന്നത് NDAയുടെ. ഓക്കെ, ഞാൻ സൈഡിലോട്ട് എഴുതാം. ഓക്കെ, 600 മാർക്സ്. ഈ 600 മാർക്സിനകത്ത് നമുക്ക് ഒരു ആൻസർ നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്സ് ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 4 മാർക്സ്. ഓർക്കുക, നമ്മൾ ഒരു ആൻസർ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്സ് ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഒരു ആൻസർ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് -1.33 മാർക്സ് നഷ്ടമാവും. ഓക്കെ, നമുക്ക് 4 മാർക്സ് നമുക്ക് കറക്റ്റ് ആക്കുന്ന ആൻസേഴ്സ് കിട്ടുന്നെങ്കിലും ഒരു ആൻസർ തെറ്റിപ്പോയി -1.33 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടും ഇതിന്റെ ഒരു അല്ലെങ്കിൽ NDA എക്സാമിനേഷൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കേട്ടോ. മാത്സ് നമ്മൾ കണ്ടു, മാത്സ് എന്ന് പറഞ്ഞാൽ 300 മാർക്സിനാണ്. GAT എന്ന് പറഞ്ഞാൽ 600 മാർക്സ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പർ, ഓക്കെ, മാത്സിന്റെ ഒരു പേപ്പറും നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്സിന് ഇപ്പം നമുക്ക് 100 മാർക്കിൽ നമ്മൾ 150 മാർക്ക് മേടിച്ചു. പക്ഷെ GAT നമ്മൾ ഒരു 90 മാർക്കേ ഉള്ളെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സാം ക്ലിയർ ആക്കത്തില്ല. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പേപ്പറിന് 25% മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാത്സിന് അതായത് 25% എന്ന് പറയുമ്പോൾ ഏകദേശം 25% എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ 75 മാർക്സ്, അപ്രോക്സിമേറ്റ്ലി 75 മാർക്സ് നിങ്ങൾ മാത്സിന് മേടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ആക്കാൻ സാധിക്കും. GAT നിങ്ങൾ ഈ 600 ഔട്ട് ഓഫ് 600 മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. GAT അതുപോലെ 25% മാർക്സ് വേണം. അത് ഏകദേശം 600 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 150 മാർക്സ് ആണ് നിങ്ങൾക്ക് GAT ക്ലിയർ ചെയ്യാൻ വേണ്ടത്. ഓർത്ത് നോക്കുക. ഓക്കെ,
സോ ഇതാണ് ഇതിന്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ബേസിക് കാര്യങ്ങൾ. ഇനിയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റോട് പോകുന്നത്. ഇവിടെ തൊട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത് അറിയാതെ പോകരുത്. ഓക്കെ, ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ എക്സാം എഴുതാൻ പോകരുത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് വിട്ടിട്ട് പോകരുത്. ഓക്കെ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലീഷിൽ അപ്രോക്സിമേറ്റ്ലി 50 ക്വസ്റ്റൻസ് ആയിരിക്കും എക്സാമിന് കാണുന്നത്. 50 ക്വസ്റ്റൻസ്. ഓക്കെ, മാർക്ക് ചെയ്ത് 50 ക്വസ്റ്റൻസ്. ഓക്കെ, ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, മെയിൻലി ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും വൊക്കാബ് ഉണ്ട്, റീഡിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഗ്രാമർ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇംഗ്ലീഷിനകത്ത് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തത് മാത്തമാറ്റിക്സ്. എല്ലാവരും പേടി സ്വപ്നമാണ് മാത്തമാറ്റിക്സ്. ബേസിക്കലി എനിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. ഓക്കെ, എൻ്റെ ഒരു പേടി സ്വപ്നം തന്നെ പറയാം മാത്സ്. ഈ മാത്സ് നമുക്ക് പഠിക്കാൻ നമുക്ക് എന്താ പറയുന്നത് ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കേണ്ട കാര്യമില്ല മാത്തമാറ്റിക്സ്. ഓക്കെ, എല്ലാം നമ്മൾ ഒരിക്കലും പഠിക്കാനും നിൽക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ UPSC എന്ന് പറയുന്ന ടൈം ബോംബാണ്. ടൈം ഇഷ്ടം പോലെ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. എസ്പെഷ്യലി ഡിഫറൻസിയേഷൻ, കാൽക്കുലസ്, ട്രിഗോ. ഒരു നമുക്ക് ടൈം എങ്ങനെ വേസ്റ്റ് ചെയ്യാമെന്നുള്ള ചോദ്യങ്ങളായിരിക്കും അവർ തരുന്നത്. സോ അത് നമ്മൾ മാക്സിമം കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യണം. സോ മാത്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്താ പറയുന്നത് ഒട്ടും വിട്ടുകൂടാത്തൊരു സാധനമാണ് മാത്സ്. അടുത്ത സയൻസിനകത്ത് നിങ്ങൾ കുറച്ച് പോർഷൻസ്, എസ്പെഷ്യലി ഫിസിക്സ്. സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ അതെ, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോ. ഓക്കെ, ഇത് മൂന്നുമായിരിക്കും സയൻസിനകത്ത് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സയൻസിനകത്ത് ഇത് ബേസിക്കലി നിങ്ങളിപ്പോൾ 12th പഠിക്കണമെങ്കിൽ 12th കുറച്ച് പോർഷൻസ് കാണും, 11th കുറച്ച് പോർഷൻ. മെയിൻലി 10th NCERT, 9th NCERT നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. മാക്സിമം എന്താ പറയുന്നത് അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യത. പിന്നെ ജിയോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് UPSCയുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകൾ ഒന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, വൺ ഓഫ് ദ ഫേവറേറ്റ് സബ്ജക്ട്സ് ആണ് UPSCയുടെ ഈ ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. വിട്ടുവീഴ്ച ചെയ്യാനേ പാടില്ല. പക്ഷെ എല്ലാം പഠിക്കാൻ പറ്റും, ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല. ജോഗ്രഫി നമുക്ക് എല്ലാം പഠിക്കാൻ നടക്കുന്ന കാര്യമില്ല ഒരിക്കലും. പ്രത്യേകിച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ഹിസ്റ്ററി തന്നെയാണ്. സോ അത് നമുക്ക് ഒരിക്കലും എന്താ പറയുന്നത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ സാധിക്കത്തില്ല. അവിടാണ് UPSC വേഴ്സസ് നമ്മുടെ സാധാ സ്റ്റേറ്റ് ബോർഡോ CBSEയോ ICSEയോ വ്യത്യാസം. അവിടാണ് വ്യത്യാസം. ഓക്കെ, UPSCക്ക് ഒരിക്കലും എല്ലാം അറിയുന്ന ഒരാൾ UPSCക്കാർക്ക് വേണ്ട. ഓക്കെ, നിങ്ങളിപ്പോൾ സയൻസിൽ 100 മേടിച്ചു, മാത്സിൽ 100 മേടിച്ചു, ഞങ്ങൾക്ക് ജോഗ്രഫിക്ക് ഒരിക്കലും മാർക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ UPSCക്കാർക്ക് ആവശ്യമില്ല. പഠിക്കുന്ന സാധനങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത്ര ടോപ്പിക് പഠിച്ചോ, ആ ടോപ്പിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൃത്യമായിട്ട് ടോപ്പിക് മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അത് തറവാക്കി വെക്കുക. അത് മാത്രം UPSCക്ക്. നിങ്ങൾ കണ്ടമാനം പഠിക്കും. UPSCക്ക് സിലബസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. UPSCക്ക് ഉള്ള കാര്യങ്ങൾ തറവായിട്ട് മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അടുത്ത നമുക്ക് മാത്സിന്റെ. ഓക്കെ, മാത്സ് നമ്മൾ ഏതൊക്കെ നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ മാത്സ് നമ്മൾ ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തില്ല. UPSCക്ക് ഫോക്കസ് ചെയ്യില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, UPSCക്ക് ഫോക്കസ് ചെയ്യില്ല. മാക്സിമം ഏതൊക്കെ കാര്യങ്ങൾ സിലബസ് പറഞ്ഞോ അതെല്ലാം കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇനിയിപ്പോൾ ടൈമില്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് ആണ്. സോ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിക്കരുത്. ഓക്കെ, നിങ്ങൾ മാക്സിമം സ്മാർട്ട് വർക്ക്. ഈ സമയത്താണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. വെറുതെ കണ്ടമാനം യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ കണ്ടമാനം അത് കണ്ടിട്ടൊന്നും നിങ്ങൾക്ക് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഏതൊക്കെ ടോപ്പിക് ചെയ്യണോ അത് മനസ്സിലാക്കുക, അത് ഫോക്കസ് ചെയ്ത് പോകുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൈം കളയുന്നില്ല. മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അത് 8 to 10 ക്വസ്റ്റൻസ് UPSCക്ക് ആണ്. സോ അത് മാക്സിമം, അത് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ എന്നാൽ കുഴപ്പമില്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് മാട്രിക്സ്. പിന്നെ ട്രിഗോ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ്. UPSCയുടെ സ്റ്റാർ ടോപ്പിക്കാണ് ട്രിഗോ ഇല്ലാത്ത UPSC ഇല്ല. ഓക്കെ, അതിപ്പോൾ CDS ആയാലും ശരി, ND ആയാലും ശരി, രണ്ടിനും എന്താ പറയുക ട്രിഗോ ഇല്ലാത്തൊരു കളികളില്ല. അതൊരു 15 ക്വസ്റ്റൻസ് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് കണ്ടില്ലേ, 15 + 25 ക്വസ്റ്റൻസ് ആയി കഴിഞ്ഞു. ഓക്കെ, 25 ക്വസ്റ്റൻസ് ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു. ഇത് തറവായിട്ട് പഠിക്കണം. ഞാൻ ചുമ്മാ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ചുമ്മാ ഈ ടോപ്പിക്കാണ് ഞാൻ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനന്റ്. ഓക്കെ, ഞാൻ 2-3 ക്വസ്റ്റൻ ചെയ്ത് കംപ്ലീറ്റ്. അങ്ങനെയല്ല, മാക്സിമം എത്ര ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്നു അത്രയും ക്വസ്റ്റൻസ് ചെയ്താൽ മാത്രമേ എന്താ പറയുക സക്സസ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സക്സസ് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കിട്ടത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 12th ആയതേ ഉള്ളൂ, എൻ്റെ എക്സാം എഴുതാൻ പോവാണ്, ചിലപ്പം ഫസ്റ്റ് എഴുതാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് തവണ എഴുതിയിട്ടുള്ളവരാണ്, മീൻസ് 2-3 തവണ എഴുതിയിട്ടുള്ളവരാണ്. എങ്ങനെ ആയാലും ശരി, നമ്മൾ മാക്സിമം കൂളായിട്ട് തന്നെ ഇരിക്കുക, കാമായിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഫോക്കസ് ആയിട്ട്
നല്ല രീതിയിൽ ഒരു ഫോക്കസ് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. സാവധാനം പോകും, എപ്പോഴും പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എത്താൻ പറ്റത്തില്ല. അത് മനസ്സിലായി. ഓക്കെ, അടുത്ത PNC പെർമുട്ടേഷൻ കോമ്പിനേഷൻസ് 5 ക്വസ്റ്റൻസ് കാണുമായിരിക്കും. അതും അത്യാവശ്യം എന്താ പറയുക ഫോർമുലയുടെ കളികളായിരിക്കും. അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇത് അത്യാവശ്യം എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. അടുത്ത ഇത് ചുമ്മാ കിട്ടുന്ന മാർക്കാണ്. ഓക്കെ, 15 പ്ലസ് ഈ ഒരു 15 മാർക്ക് ഇത് നിങ്ങൾ കളയും. പ്രോബബിലിറ്റി ഓൾമോസ്റ്റ് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കുറച്ച് ഇതാണ് ഈ രണ്ട് പോർഷൻസ്. ഈ രണ്ട് പോർഷൻസ് കൂടുതലും എന്താ പറയുന്നത്, കൂടുതലും ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. കുറച്ച് മാത്രം ലോജിക്ക് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഈ ഒരു 25 ക്വസ്റ്റ്യൻ ഇത് വേറെ നിങ്ങൾ ട്രിഗോ കുറെ ക്വസ്റ്റൻസ് ഉണ്ട്, അത് പഠിക്കണം. പക്ഷെ ഇത് എല്ലാത്തിനെ കാട്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടോപ്പിക്കാണ് പ്രോബബിലിറ്റി, സ്റ്റാറ്റിക്സ്, അതുപോലെ വെക്ടർ 3D. ഇത് മാക്സിമം കവർ ചെയ്തിട്ട് പോയി നിങ്ങൾ എത്ര നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ട് ടോപ്പിക്ക് പ്രോബബിലിറ്റി, സ്റ്റാറ്റിക്സ് മാക്സിമം കവർ ചെയ്തിട്ട് പോവാം. വളരെ എളുപ്പമുള്ള രണ്ട് ടോപ്പിക്കാണ്. അത്യാവശ്യം ഒരു ആവറേജ്, ഞാൻ ഒരിക്കലും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ കാര്യമല്ല പറയുന്നത്, അതുപോലെ തന്നെ ഒട്ടും പഠിക്കാത്ത ആവറേജ് ഒരു ആസ്പിരന്റിന് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ടോപ്പിക് ഇതുണ്ട്. അത് കളയിൽ പിന്നെ നമുക്കറിയാം കോംപ്ലക്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അത് കുഴപ്പമില്ല, 10 ക്വസ്റ്റൻസ് ആണ്, പഠിച്ചെടുക്കാം, ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ കാൽക്കുലസിന്റെ കാര്യത്തിലാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്. ഇതുണ്ട് ക്വസ്റ്റ്യൻ കാൽക്കുലസ് നമ്മൾ ഭയങ്കര IQ യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. IQ കാര്യം ടൈം കില്ലിംഗ്, ടൈം ബോംബ്. കാൽക്കുലസ് ഈസ് എ ടൈം ബോംബ്. പൊട്ടിക്കും, ആവശ്യമില്ലാത്ത കയറി തലവെക്കാതിരിക്കുക. അതുപോലെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടുടനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസും കാണും. അത് 10 ക്വസ്റ്റനിൽ ഒരു 3 എണ്ണം അങ്ങനെ കാണും. അത് ഷുവറാണ്. കാൽക്കുലസ് അത് ഷുവർ എല്ലാ ഇയറിലും അങ്ങനെയാണ്. 3 ക്വസ്റ്റ്യൻ, ബാക്കി 7 എണ്ണം ടൈം കില്ലിംഗ് ആയിരിക്കും. വൈസ്ലി ആൻസർ. ഓക്കെ, ഡു വൈസ്ലി, അത്ര പറയുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്സ് ഇനി ഒന്നും പേടിക്കാനില്ല. വേറെ ഒരു ടോപ്പിക്കും നിങ്ങൾ ഇനി ആവശ്യമില്ലാത്ത ഒന്നും ഇട്ട് തലയേക്കണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് മാക്സിമം ഇപ്പൊ തന്നെ ഏകദേശം 75+ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. 75+. ഓക്കെ, അപ്പോൾ ഒന്ന് ഉഷാറാക്കി പോവാം. ഒന്ന് പൊടിയാക്കി എടുത്ത് വേറെ ഒന്നും പഠിക്കാതെ ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റൻസ് ചെയ്ത് തറോ ആക്കി പോയി കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാത്സിനെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു ഇതില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, ട്രിഗോ, PNC, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, വെക്ടർ പ്ലസ് 3D, കോംപ്ലക്സ് ക്വാഡ്രാറ്റിക്, കാൽക്കുലസ് ഞാൻ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് തന്നെ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇതാണ് കാൽക്കുലസ്. ഇത് മാക്സിമം പഠിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം പഠിക്കുക. ബാക്കി ഇത്രയും ഇത് തന്നെ കംപ്ലീറ്റ് ആണ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാത്സിനെ കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു സംശയമില്ല. ഞാൻ ഗ്യാരണ്ടി ആണ്. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി ആണ്. അടുത്താണ് നമ്മുടെ മെയിൻ താരം, ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് ബേസിക്കലി നമ്മൾ വിചാരിക്കും ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് എന്താ പറയുക നമുക്ക് ഒരുപാട് പാടാണ്, അല്ലെങ്കിൽ ഒരുപാട് മാർക്ക് പോകും, ഗ്രാമർ ഉണ്ട്, വൊക്കാബ് ഉണ്ട്. പക്ഷേ UPSCക്ക് വൺ ഓഫ് ദി ഈസിയസ്റ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. പക്ഷേ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചുമ്മാ ഈസി ആവില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, കാര്യം UPSC ഒരിക്കലും ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തിട്ട് വൊക്കാബ് അല്ലെങ്കിൽ ആന്റോണിംസ്, സിനോണിംസ് ഒരിക്കലും അങ്ങനെ ഇതുമല്ല. ഓക്കെ, ഒരിക്കലും അങ്ങനെ ഇതുമല്ല. നമ്മളത് ചിന്തിക്കുക ചെയ്ത വേണം എനിക്ക് സിനോണിംസ് ഒന്നും അറിയത്തില്ലേ, ആന്റോണിംസ് ഒന്നും അറിയത്തില്ലേ, അല്ലെങ്കിൽ ഇഡിയംസ് ഒന്നും അറിയത്തില്ലേ, ഓ മൈ ഗോഡ് പെട്ടുപോയി, ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്പോർട്ടിംഗ് എറർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ കമന്റ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ട് ഇത് കണ്ടോ, ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, റീഡിംഗ് ഹാബിറ്റ്, ന്യൂസ് പേപ്പർ റീഡിങ്, ഏത് രീതി നിങ്ങളുടെ ഇൻട്രസ്റ്റ് അത് എന്താണോ അത് കണ്ടുപിടിച്ച് നിങ്ങൾ റീഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ സൈക്കോളജിയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ ആ ബുക്സ് വായിക്കുക, സ്പോർട്സ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ അത് വായിക്കുക. ഒന്നും വേണ്ട, ഇനി നിങ്ങൾക്ക് അമർ ചിത്രകഥ അത് വായിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് മാക്സിമം ഡെയിലി നിങ്ങളൊരു ഹാബിറ്റാക്കി മാറ്റുക. ഒരുപാട് പുതിയ വേർഡ്സ് കിട്ടും. ഓക്കെ, ഒരുപാട് പുതിയ വേർഡ്സ് കിട്ടും. അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ വൊക്കാബ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീഡിങ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങൾക്കിത് ഈ ഒരു പാസേജ് സെഷനിലൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് റീഡിങ്. പിന്നെ വൊക്കാബ്. ഓക്കെ, വൊക്കാബ് ആയാലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആന്റോണിംസ്, സിനോണിംസ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇഡിയംസ്, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ബേസിക്കലി വൊക്കാബ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഒരു 5 കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോണം, ഏറ്റവും കുറഞ്ഞത് PYQs ലാസ്റ്റ് 5 ഇയേഴ്സിൽ PYQ എടുക്കുക, ചെയ്യുക. ജസ്റ്റ് ആൻസർ മാത്രം നോക്കി പോകുക. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണും, അതിലൊരു ആൻസർ ആയിരിക്കും, അതും ക്വസ്റ്റ്യൻ മാത്രം പോലെ അതിനകത്ത് ഓപ്ഷൻസ്, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് മാക്സിമം. ഓക്കെ, ഓപ്ഷൻസ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻസ് ഫോക്കസ് ചെയ്യുക, അത് പഠിക്കുക. വൊക്കാബ് സിമ്പിൾ ആയിരിക്കും. പിന്നെ ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാമർ കുറേ റൂൾസ് ഉണ്ട്. ഇപ്പം പറയുന്ന
എന്താ പറയുക 8 യൂണിവേഴ്സൽ റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഉണ്ട്, സിംഗുലർ പ്ലൂറൽ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത് ഫ്രേസൽ വെർബ് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് കൺജങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിക്കണം. അതിന് നമ്മൾ നല്ലൊരു ഗ്രാമർ എന്താ പറയുന്നത് ഒരു റൊട്ടീൻ ഫോളോ ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പേപ്പർ 50 ക്വസ്റ്റൻസ് ആയിരിക്കും ഇംഗ്ലീഷിനകത്ത്. അതിനകത്ത് ഓർഡറിംഗ് ഓഫ് സെന്റൻസ്, ഓർഡറിംഗ് ഓഫ് വേർഡ്സ്, വേർഡ് ക്ലാസസ്, ആന്റോണിംസ്, പാസേജ്, സിനോണിംസ്, സെന്റൻസ് കംപ്ലീഷൻ. ഓക്കെ, ഞാൻ പറയാം ഇഡിയംസ്, ക്ലോസ് ടെസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കാം. ചില ഓപ്ഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയേക്കാം. ക്ലോസ് ടെസ്റ്റ് ആണ് നിങ്ങളൊന്ന് ചിന്തിച്ച് എടുത്തയാടി ഓപ്ഷൻസ് കണ്ടുടനെ ആ ഒരു ബ്ലാങ്ക് മാത്രം വായിച്ചിട്ട് ഒരിക്കലും ആൻസർ ചെയ്തിരിക്കുക. കംപ്ലീറ്റ് പാസേജ് ഒന്ന് വായിക്കുക. ആ വായിച്ചിട്ട് എന്താണ് ആ ഒരു സെന്റൻസിന്റെ കണ്ടീഷൻ, ദാറ്റ് മീൻസ് ഇഫ് ദ സെന്റൻസ് ഈസ് ഇൻ എ പോസിറ്റീവ് മൂഡ്, ട്രൈ ടു പുട്ട് പോസിറ്റീവ് വേർഡ്സ് ഫ്രം ദ ഓപ്ഷൻസ്. ഓക്കെ, ആൻഡ് ഇപ്പം ആ ഒരു പാസേജ് നെഗറ്റീവ് മൂഡ് ആണെങ്കിൽ നെഗറ്റീവ് രീതിയിലായിരിക്കണം നമ്മൾ ക്ലോസ് ടെസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യേണ്ടത്. സോ അത് മറക്കാതിരിക്കുക. ക്ലോസ് ടെസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഒന്നും പേടിക്കില്ല, പ്രീവിയസ് ഇയർ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ പറയുന്നത്, പ്രീവിയസ് ഇയർ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഫിസിക്സിനകത്ത് നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക്സ് ആണ്, ന്യൂട്ടൺസ് ലോ, വർക്ക് പവർ എനർജി, ഗ്രാവിറ്റേഷൻ, സൗണ്ട് വേവ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഒപ്റ്റിക്സ്. ഇത്രയും ടോപ്പിക്സ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഫിസിക്സിനകത്ത് ഫോക്കസ് ചെയ്യുക. ഇത്ര മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഒരുപാടൊന്നും ഫോക്കസ് ചെയ്യേണ്ട, ഇത്രയും മാത്രം ഫോക്കസ് ചെയ്യുക. ഇത്ര മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്കിലെ ഈ ടോപ്പിക്സ് നിങ്ങൾ ഫുള്ളി ഇരുന്ന് പഠിക്കാൻ നിൽക്കേണ്ട. ലാസ്റ്റ് മൊമെന്റ് ആണ്. 45 ഡേയ്സ് നമ്മുടെ കയ്യിലുള്ളൂ. ഫുള്ളി 45 ഡേയ്സ് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഓരോ ടോപ്പിക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ കൈനമാറ്റിക്സ് എടുക്കുക. ഓരോ ഇയറിലെ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ 2020 എടുക്കുക. ഫസ്റ്റ് പേപ്പർ എത്ര ക്വസ്റ്റ്യൻസ് കൈനമാറ്റിക്സ് ചെയ്യുന്നുണ്ട്, PYQs എത്ര ക്വസ്റ്റ്യൻ, ആ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡു PYQs. ഓക്കെ, PYQs നല്ല രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് മുകളിൽ ചെയ്തിട്ട് പോയി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ ക്വസ്റ്റൻസ് ചോദിക്കുന്നത്. UPSC ട്രെൻഡ് അങ്ങനെയാണ്, ഇയർ ബൈ ഇയർ അങ്ങനെയാണ്. ചെറിയ ചെറിയ ഡീവിയേഷൻസ് മാത്രമേ സാധാരണ രീതിയിൽ കണ്ടുവരുന്നുള്ളൂ. അതായത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ കാട്ടി ക്വസ്റ്റൻസ് ചിലപ്പം ഇപ്പം ഈ വർഷം 10 ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 8 ചോദിക്കത്തുള്ളായിരിക്കാം, ചിലപ്പോൾ അടുത്ത 13 ചോദിക്കാം. ആ ഒരു വ്യത്യാസം അല്ലാതെ ഈ കോൺസെപ്റ്റ് എല്ലാം അതുപോലെ തന്നെ മാത്രം ആയിരിക്കും അവർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ക്വസ്റ്റൻസ് ആയാലും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. ന്യൂട്ടൺസ് ലോ ആയാലും സൗണ്ട് വേവ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, എക്സ്റേസ്, ഗാമ റേസ്, ഇതിന്റെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ആ ഒരു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അത് കോർ ഫോക്കസ് ചെയ്യുക. ആ ഒരു ഓർഡറിനകത്ത് പഠിക്കുക. ഏതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. അത് UPSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റനിൽ ഒന്നാണ്. ഏത് റേസിനാണ് വേവ് ലെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏതാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏതൊക്കെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് കാണും. കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിലും എന്താ പറയുന്നത് ജൂൾസ് ഓഫ് ഹീറ്റിംഗ് ഒക്കെ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് UPSCയുടെ. അതിന്റെ ക്വസ്റ്റ്യൻ കാണും. പിന്നെ ഈ പറയുന്ന പോലെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഒരു ഹോസിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് നമ്മൾ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ കറണ്ട് എങ്ങനെയാണ് അതിനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒപ്റ്റിക്സ് ആയാലും ആ സെയിം തന്നെയാണ്. ഒരു UPSCയുടെ ഫേവറേറ്റ് ടോപ്പിക്സ് ഒന്നാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സിനകത്തും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ കോൺവെക്സ്, കോൺകേവ് മിറേഴ്സ്, പ്ലെയിൻ മിറേഴ്സ്, റെയർ വ്യൂ മിറർ എന്താണ് യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിരിക്കും. സോ മാക്സിമം സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതാണ് നമ്മുടെ ഒരു കാര്യം. കൺസെപ്റ്റ് മനസ്സിലാക്കുക. ചുമ്മാ നമ്മൾ വൺ വേർഡ് ആയിട്ട് പഠിക്കാതിരിക്കുക, ഫിൽ ദ ബ്ലാങ്ക്സ് ആയിട്ട് പഠിക്കാതിരിക്കുക. കൺസെപ്റ്റ് വായിക്കുക, മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ എടുക്കുക, നോക്കുക, പഠിക്കുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ 45 ഡേയ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ജോഗ്രഫിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് വളരെ ഇമ്പോർട്ടന്റ്. റോക്സ്, ലാൻഡ് ഫോംസ്, ഡിസാസ്റ്റർ, എർത്ത് ക്വസ്റ്റൻസ് കാണും, എർത്ത് പ്രോൺ ഏരിയാസ് കാണും. ഏത് സോൺ 5 ആണോ, UPSCയുടെ ഫേവറേറ്റ് ആണ് സോൺ 5. സോൺ 6 ഇപ്പോൾ ഒരെണ്ണം പുതിയതായിട്ട് കൊണ്ടുവന്നു, ജമ്മു കാശ്മീർ ആയ സോൺ 6 കൊണ്ടുവന്നു. അത് ഷുവർ ക്വസ്റ്റൻ ആയിരിക്കും ഈ വർഷത്തെ, ഉറപ്പായിട്ടും സ്റ്റാർ ക്വസ്റ്റൻ ആണ്. സോൺ 6 എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ നേരത്തെ പ്രീവിയസ് എത്ര സോൺസ് ഉണ്ടായിരുന്നു, എന്താണ് സോൺ 6, അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഈ വട്ടത്തെ ഉറപ്പാണ്, ഷുവർ UPSCയുടെ ക്വസ്റ്റൻ ആയിരിക്കും അത്. സോൺ 6നെ പറ്റി പഠിച്ചു വെക്കുക, മാർക്കായിരിക്കും. അറ്റ്മോസ്ഫിയർ, റേസ്, ബീൻസ്, ക്ലൗഡ്സ്. ഞാൻ പറയുന്നു, വേറെ നിങ്ങൾ എന്ത് ജോഗ്രഫിയിൽ പഠിച്ചില്ലെങ്കിലും ക്ലൗഡ്സ്, സിറസ്, ആൾട്രോസ്, അങ്ങനെ കുറെ ടൈപ്പുള്ള ക്ലൗഡ്സ് ഉണ്ട്. അതിനെപ്പറ്റി അതിന്റെ പെക്യുലാരിറ്റീസ്, അത് ഏതൊക്കെ ടൈപ്പ്, തണ്ടർസ്റ്റോം ഏതാണ്, ഫെദറി ടൈപ്പ് ഏതാണ്, അല്ലെങ്കിൽ ബോട്ടത്തിൽ ബൾജ് ഉള്ള ഏത് ക്ലൗഡാണ്, ഇങ്ങനെയുള്ള ക്ലൗഡിന്റെ ക്വസ്റ്റൻസ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത് ക്ലൗഡ്സ്. പിന്നെ ഓഷൻസ് ആൻഡ് കറൻസ്, ടൈപ്സ്, ഇന്ത്യൻ ജോഗ്രഫി, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലാൻഡ് ഫോംസ്, നമ്മുടെ മുകളിലുള്ള ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ്, ലെസർ ഹിമാലയാസ്, അങ്ങനെയുള്ള ടോപ്പിക്സ്. അതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ചോദിക്കാം. ഏതൊക്കെ പാസ്സാണ് ലെസർ ഹിമാലയാസിലുള്ളത്, ഏതൊക്കെ പാസ്സാണ് ഗ്രേറ്റർ ഹിമാലയാസിലുള്ളത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്ലൈമാറ്റിക് ഗ്രാസ് ലാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടോപ്പിക്ക് ക്ലൗഡ്സിന്റെ പോലെ തന്നെ മിസ് ചെയ്യാതെ പഠിക്കുക. കൊപ്പൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊപ്പൻസ്, ക്ലൈമറ്റോളജിയിലുള്ളതാണ് ഈ ഒരു ടോപ്പിക്ക്. ഏതൊക്കെ റീജിയൻസ് കൊപ്പൻസിന്റെ അണ്ടറിൽ ഏതൊക്കെ ടൈപ്പുള്ള ക്ലൈമറ്റ് അവിടെ പ്രതിപാദിക്കുന്നുള്ളതാണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ സോയിൽ, അഗ്രികൾച്ചർ, മിനറൽസ്,
വേൾഡ് ജോഗ്രഫി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ മാക്സിമം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ് ജോഗ്രഫിയിൽ വരുന്നത്. ഹിസ്റ്ററി ആയാലും ഐ വി സി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും കാണും. അതുപോലെ തന്നെ ബുദ്ധിസം ആൻഡ് ജൈനിസം, മൗര്യൻ എംപയർ, ഭക്തി ആൻഡ് സോഫി മൂവ്മെന്റ്, മുഗൾ പീരീഡ്, ഇന്ത്യൻ സോഷ്യൽ റിഫോംസ് ഇൻ ദ 19th സെഞ്ചുറി, സതി, രാജാറാം മോഹൻ റോയ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഇവന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും കാണും. UPSCയുടെ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞ സോഷ്യൽ റിഫോംസ് ഇൻ 19th സെഞ്ചുറി. കുറഞ്ഞത് ഒരു ക്വസ്റ്റൻ എങ്കിലും ചോദിക്കുക, എല്ലാ വർഷം കാണുന്നതാണ് ക്വസ്റ്റൻ പേപ്പറിൽ. സോ മാക്സിമം അത് വർക്കൗട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് മേജർ ഗാന്ധിയൻ മൂവ്മെന്റ്സ്. ഇതിനകത്ത് നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയിലാണ് ഈ ടോപ്പിക് വരുന്നത്. മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, മോഡേൺ ഹിസ്റ്ററി അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാൻ നോക്കുക. മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 1857 റിവോൾട്ട് തൊട്ടുള്ള ഒരു ഭാഗം എല്ലാം അതിനകത്ത് കാണും. സോ അതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. പൊളിറ്റി. ഓക്കെ, പൊളിറ്റിയിൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, പാർലമെന്റ്, ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്. ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് നിങ്ങൾ മാക്സിമം കറണ്ട് അഫേഴ്സ് നോക്കിയിട്ട് പഠിക്കുക. പാർലമെന്റിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ 2025 നടന്നിട്ടുള്ള അമെന്റ്മെന്റ്സ് ഏതൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിൽ നിന്ന് തന്നെ ആയിരിക്കും ഷുവർ ആയിട്ട് UPSC ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. സോ അത് നോട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത പാർലമെന്റിന്റെ കുറേ ടേംസ് ഉണ്ട്. ഫോറം അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, പവർ ഓഫ് സ്പീക്കർ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ബഡ്ജറ്റിനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണും. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, ഏത് മന്തിലാണ്, അല്ലെങ്കിൽ എത്ര രീതികളാണ്, എത്ര ടൈം പീരീഡിൽ ഗ്യാപ്പ് ഡിഫറൻസ് അനുസരിച്ചാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ടോപ്പിക്കിന് കാണും. സോ മറക്കാതെ പൊളിറ്റിക്കൽ ഇത്രയും ടോപ്പിക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, പാർലമെന്റ്, ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോവുക. അടുത്ത എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വളരെ 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 ഇന്ത്യ എക്സാമിന് വളരെ സിമ്പിൾ ആണ്. എന്താ പറയുക, ഷുവറായിട്ടും എക്കണോമിക്സിനാണ് ഇത്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഒന്നും മക്കളെ, പ്ലാനിങ് ഇന്ത്യ ഇത് പഠിച്ചിട്ട് പോരുത്. ഷുവറായിട്ട് 2 ദിവസം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. പ്ലാനിങ് അതായത് പഞ്ചവത്സര പദ്ധതികൾ, 5 year പ്ലാൻസ്. ഇതിനെക്കുറിച്ച് ഫസ്റ്റ് തൊട്ട് 12th 5 year പ്ലാൻ, 12th വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നീതി ആയോഗായിരുന്നു. ഓക്കെ, 12th 5 year പ്ലാൻ വരെ നടന്നുള്ളൂ. ഡേറ്റ് വരുന്നത് 2012 തൊട്ടിട്ട് 2017 വരെയാണെന്ന് തോന്നുന്നു. ഈ ഒരു ഇതായിരുന്നു ലാസ്റ്റ് നമ്മുടെ 5 year പ്ലാൻ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. 2015 അല്ലെങ്കിൽ 2015 നിതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ മാറി. ഓക്കെ, മേജർ സ്കീംസ്, അതായത് പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ് യോജന, പ്രധാനമന്ത്രി ആയുഷ്മാൻ യോജന, അങ്ങനെയൊക്കെയുള്ള കുറേ സ്കീംസ് നമുക്ക് കാണും. എന്തിനെ ഇപ്പൊ തന്നെ നമുക്ക് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു MSME ഏത് സ്കീമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിന്റെ പേരെന്താണ്? അത് UPSC ഈ ഒരു റീസെന്റ് ആയിട്ട് എന്താ പറയുക, ഈ ഒരു MSME എന്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം മുമ്പ് നടന്നായിരുന്നു, ഈ റീസെന്റ് ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ആ സ്കീം അറിയാമെങ്കിൽ, ഈ വീഡിയോ ഫുള്ള് കാണുന്ന ഒരാളാണെങ്കിൽ ആ സ്കീം എന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേ. ഓക്കെ, ചെറിയൊരു ടാസ്ക്. അടുത്ത മണിയെ കുറിച്ച് പഠിക്കുക. എന്തായാലും ഇതാണ് പ്ലാനിങ്. ഷുവറായിട്ടും പഠിച്ചിട്ട് പോവുക. ഒരിക്കലും വിട്ടുപോലും പ്ലാനിങ് ഇൻ ഇന്ത്യ ഉറപ്പായിട്ട് ക്വസ്റ്റൻസ് ആണ്. അടുത്ത കെമിസ്ട്രി. നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന റിഡോക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. കാര്യം നിങ്ങൾ ഓൾറെഡി 12th അല്ലെങ്കിൽ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് റിഡോക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. നോൺ മെറ്റൽസ് ആൻഡ് കമ്പോണൻസ് കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഡു PYQs. ഓക്കെ, ഡു PYQs. ഓക്കെ, മറക്കാതെ ഡു PYQs. കെമിക്കൽ കമ്പോണൻസ് ലൈക്ക് ജിപ്സം, കാക്കോ 3, കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, കാക്കോ 3 ഇങ്ങനെയുള്ളതിന്റെ കെമിക്കൽ ഫോർമുലാസ്, ബേക്കിംഗ് സോഡ ഇങ്ങനെയുള്ളത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അത് മറക്കാതെ പഠിക്കുക. അറ്റോമിക് സ്ട്രക്ചേഴ്സ്, ആസിഡ്, ഇതിന് ഷുവറായിട്ട് പേടിക്കേണ്ട, ഇതൊരു സ്റ്റാർ ടോപ്പിക്കാണ്. ഷുവറായിട്ടും 2 ക്വസ്റ്റ്യൻ മിനിമം കാണും. മിനിമം റിയാക്ഷന്റെ ബേസിസിലും അല്ലാതെ എല്ലാ 2 ക്വസ്റ്റ്യൻസ് കാണും. സോ ഇത് പഠിക്കാതെ പോയിരിക്കുക. കെമിസ്ട്രി നമുക്കറിയാം, റിഡോക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, നോൺ മെറ്റൽ ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്, സം ഇമ്പോർട്ടന്റ് കെമിക്കൽ കോമ്പോണൻസ്, അറ്റോമിക് സ്ട്രക്ചർ, ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അത് പഠിക്കാതെ എക്സാമിന് കയറില്ല. ഓക്കെ, കാര്യം JATക്ക് നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് JATയിൽ ഈ പറയുന്ന സയൻസ് ടോപ്പിക്ക്. സോ അത് മാക്സിമം നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് പോവാം. ബയോളജി ആയാൽ തന്നെ നമുക്കറിയാം, നമുക്കറിയാം സെൽസിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സെൽസിന്റെ ഓരോ ഓർഗാനിസിന്റെ ഫംഗ്ഷൻസ്, മൈറ്റോകോൺട്രിയ, എന്താ പറയുക, അടുത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ് പഠിക്കുക. എന്തിനാണ് കോമൺ ഡിസീസസ്. ഇതിൽ നിന്ന് എന്തായാലും ഈ കോമൺ ഡിസീസ് നിന്നും ഹ്യൂമൻ ഫിസിയോഗ്രഫി, ഈ 2 ടോപ്പിക്ക് മുന്നേ ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ സ്റ്റാർ ടോപ്പിക്കാണ്. നമ്മുടെ സ്റ്റാർ ടോപ്പിക്കിൽ ഒന്നാണ് ഈ പറയുന്ന കോമൺ ഡിസീസസ് ആൻഡ് ഹ്യൂമൻ ഫിസിയോളജി. ഓക്കെ,
അതിന് ചാർജ് ചെയ്താറായി. അപ്പോൾ തീരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തീരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലായി. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം, അതായത് ഓരോ ലിവിങ് ഓർഗാനിസിന് ഇപ്പം ഫംഗൈ, അനിമേലിയ, പ്രോട്ടിസ്റ്റ, മോണറ അങ്ങനെയൊക്കെയുള്ള അതൊന്ന് പഠിച്ചു മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ CA. നിങ്ങൾ CA പഠിക്കാനായിട്ടുള്ള ഷോർട്ട് കട്ട് ഒന്നുമില്ല മക്കളെ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുക. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പം ഒത്തിരി പേര് ചിലപ്പോൾ റീഡിംഗ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്ത കാണും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു സ്കില്ലാണ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റാണ് റീഡിങ്. ഓക്കെ, റീഡിംഗ് ഇല്ല നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാര്യം നിങ്ങളിപ്പം റിട്ടേൺ എക്സാം പോട്ടെ, റിട്ടേൺ എക്സാം നമുക്ക് ഒരു പരിധി ക്ലിയർ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ കുത്തിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഹാർഡ് വർക്കിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ക്ലിയർ ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. പക്ഷേ വലിയൊരു കടമ നമ്മുടെ മുമ്പിലുണ്ട്, ഇത് ബാലികറമല്ല. പക്ഷെ നമുക്ക് കയറാം, തീർച്ചയായിട്ടും കയറാം, ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് കയറാൻ സാധിക്കും. നമുക്ക് നിങ്ങൾക്കിത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും യശസ്വി കയറാൻ സാധിക്കും. പക്ഷേ ചുമ്മാ കയറാൻ പറ്റത്തില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും, നമ്മുടെ ഫാമിലിയെ കുറിച്ചും, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചും, നമ്മളുടെ ഫ്രണ്ട്സിനെ കുറിച്ചും, നമ്മളുടെ വീക്ക്നെസിനെ കുറിച്ചും, ഫസ്റ്റ് പോയി നമ്മുടെ വീക്ക്നെസിനെ കുറിച്ചും ഒരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യശസ്വി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്നും അറിയത്തില്ല എന്ന രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് യശസ്വി ചെയ്യാൻ സാധിക്കും. ഞാനൊരു ഭാവം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിനകത്തൊരു അഹങ്കാര ഭാവം, അത് മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അത് കുറച്ചില്ലെങ്കിൽ അത് നമ്മളെ എൻഗൾഫ് ചെയ്യും, സംശയമില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ CAയിലോട്ട് പോകാം. CAക്കകത്ത് നമുക്ക് ഡിഫൻസ് ആൻഡ് എക്സസൈസ് എന്തായാലും ചോദിക്കും. ഓരോ എക്സസൈസ് മലബാർ, എക്സസൈസ് ഡെസേർട്ട് ഈഗിൾ, അങ്ങനെയുള്ള കുറേ എക്സസൈസ് അറിയാലോ. ആ എക്സസൈസിനെ കുറിച്ച് ആയിരിക്കും ക്വസ്റ്റൻസ് എന്തായാലും കാണും. ന്യൂസ് വായിക്കുക, കറണ്ട് അഫേഴ്സ് വായിക്കുക, ഇന്റർനാഷണൽ റിലേഷൻസ്, അതായത് ഇപ്പം എന്താ പറയുന്നത്, ഇന്ത്യ UK ട്രേഡ് അഗ്രിമെന്റ് ഇപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് കാണും. സോ അത് കറണ്ട് അഫേഴ്സിന്റെ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ജെമിനിയോ, ChatGPT എടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് ക്വസ്റ്റൻസ് തരാൻ പറയുക, അവർ കൺവെർട്ട് ചെയ്ത് തരും. സോ അതൊന്ന് ട്രൈ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പ്ലേസ് ഇൻ ന്യൂസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് എവിടെയെങ്കിലും എന്തെങ്കിലും സബ്മിറ്റുകളോ ഒക്കെ നടന്നിട്ടുണ്ടോ, ഫീൽഡ് സബ്മിറ്റ് നടന്നിട്ടുണ്ടോ, അതിനെക്കുറിച്ച് പഠിക്കുക. ഈ AI സബ്മിറ്റ് നമ്മുടെ ഈ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ AI സബ്മിറ്റ് നമ്മുടെ ഭാരത് മണ്ഡപത്തിൽ നടന്നായിരുന്നു. സോ അതൊക്കെ നോട്ട് ചെയ്യുക, പഠിക്കുക, മറക്കരുത്. അതൊക്കെ ഒരു UPSCക്ക് ഫേവറേറ്റ് ടോപ്പിക്സ് ആയിരിക്കും, ഒരിക്കലും വിട്ടുകളയില്ല. പിന്നെ ബുക്സ്, ഓതേഴ്സ്, അവാർഡ്സ് മറക്കല്ലേ. ദാദാ സാഹബ് ഫാൽക്കെ, നമ്മുടെ ലാലേട്ടന് കിട്ടിയ അവാർഡാണ്. ലാലേട്ടൻ നീ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടനെ ആർക്കല്ല ഇഷ്ടമല്ലാതെ. നിങ്ങൾ വീക്കായിട്ടുള്ള ടോപ്പിക്സ് പറയുക. മാക്സിമം മാത്സ് വെച്ച്, മാത്സ് പറ്റില്ല. മാത്സ് ഒരുപാട് വാസ്റ്റാണ്, ഒരുപാട് ടൈം എടുക്കും പഠിപ്പിക്കാൻ. സോ നമുക്ക് പഠിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു 45 ഡേയ്സ് കൊണ്ട് നമുക്ക് ഒരിക്കലും മാത്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ഓർക്കാം, 45 ഡേയ്സ് വരും. പിന്നെ മാക്സിമം PYQs പഠിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള ടെസ്റ്റ് നടത്തുക, അതായത് മോക്ക് ടെസ്റ്റുകളോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, ഹാർഡ് വർക്ക് പ്ലസ് കൺസിസ്റ്റൻസി. അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രണ്ട് വേർഡ്സ്, ഹാർഡ് വർക്ക് ആൻഡ് കൺസിസ്റ്റൻസി. എല്ലാവരും സ്മാർട്ട് വർക്ക് അതിൽ നിന്നൊക്കെ പറയും, പക്ഷെ ഒരിക്കലും സ്മാർട്ട് വർക്ക് അല്ല. സ്മാർട്ട് വർക്ക് ഒരു നല്ലൊരു കാര്യമാണ്. ഒരിക്കലും സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു മനുഷ്യന് മാത്രമേ സ്മാർട്ട് വർക്ക് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഷുവറാണ്. ഓക്കെ, പഠിക്കുക. ഒരുപാട് ആൾക്കാർ, മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ആണ് NDA എന്ന് പറയുന്ന ഒരു വലിയ ഡ്രീം ഇവിടെ നടക്കുന്നത്, മനസ്സിലായി. ഓക്കെ, സോ അതനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്തിട്ട് 5 ലക്ഷം പേര് എഴുതിയിട്ട് 5 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്ന എക്സാം 1 ലക്ഷം പേര് എഴുതി, അതിനകത്ത് 2000 പേര് ക്ലിയർ ചെയ്തിട്ട് വെറും 400, 450, 500 പേര് മാത്രം അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതാണ് അത്രത്തോളമാണ് ആ ഒരു പ്രോസസ്സിന്റെ കാഠിന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. സോ ഇത്രയുള്ള ഈ കാര്യം. ഓക്കെ, നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ കമന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഓരോ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ലാസ്റ്റ് ആയിട്ട് ടൈം പറയാം, വിത്തൗട്ട് ബേണിംഗ് യുവർസെൽഫ് യു കാൻ ഗ്രോ. ആരായി വിത്തൗട്ട് ബേണിംഗ് yourself, you can't grow. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ ഉരിക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കത്തിക്കാതെ, നിങ്ങളെ തന്നെ അഗ്നിയിലിരയാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും തിളങ്ങാൻ സാധിക്കില്ല. ആ ഷോൾഡറിലെ 2 സ്റ്റാർസ് ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, 2 stars. സോ ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാൻ വിളിക്കുന്നു. താങ്ക് യു.